ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ബിഗ് ബോസ് അപ്ഡേറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇന്ന് നമ്മുടെ നൂറ ആൻഡ് ടീം ഇന്നും വീക്ക്ലി ടാസ്കിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. ആക്ടിവിറ്റി റൂമിൽ പോയി ഇന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ടാസ്കൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ടാസ്കിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഗൈസ്. അവർക്ക് 25 ചപ്പൽസാണ് മേക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 1.5 മണിക്കൂറിനുള്ളിൽ. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദാറ്റ് മീൻസ് നൂറയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ടാസ്ക്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് 18 ചപ്പൽസാണ്. ബാക്കി ഇനിയും ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ ചൊല്ലിയിട്ടുള്ള തർക്കങ്ങൾ ലൈവിൽ നടക്കുകയാണ്. ഒന്ന്, അവർ പറയുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം നമ്മുടെ അക്ബർ ആൻഡ് ടീം കളിച്ചതാണ് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അവർക്ക് കളിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഗൈസ്, ബിക്കോസ് ദിസ് ഇസ് ഗെയിം. കാരണം നൂറ ഓൾസോ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിൽ വിന്നായപ്പോൾ നൂറ 2 പവറും താൻ എടുത്തതിൻ്റെ റീസൺ പുള്ളിക്കാരിക്ക് അത് വേണം. അപ്പോൾ പുള്ളിക്കാരിയുടെ ഗെയിമായിരുന്നു അത്. അപ്പോൾ അവിടെ അബിക്ക് അത് ഡിസേർവിങ് ആയിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. കാരണം നൂറയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്, പുള്ളിക്കാരി എടുത്തു. ദാറ്റ്സ് ഹാ ഗെയിം. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് അത് ഗെയിം അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം, ഐ മീൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണോ ചെയ്യണ്ടയോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ എന്താ പറയുക ഗെയിമാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ കേസ് ഇവർ ഈ 3 ഗെയിമും കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന ബെനിഫിറ്റ് കൂടുതലും നൂറൊക്കെയാണ് ഗൈസ്. അല്ലാതെ നമ്മുടെ ബാക്കി കഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി അറിയാൻ പറ്റുള്ളൂ. ഓൾറെഡി അവരത് എന്താ പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഗോൾഡ് കോയിൻസ് കളക്ട് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല, പണിപ്പുര ടാസ്ക്കാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. പിന്നെ ഗെയിം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഗൈസ്, അവർ പറയുന്നത് അതുപോലെ ചെയ്ത് കൊടുത്താൽ അതൊരു ഗെയിം ആവും. ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ അതിൽ ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ ആവശ്യമാണ്. സോ അക്ബർ ഇവിടെ എടുത്ത നിലപാട് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമായി. കാരണം നൂറ പറയുന്നത് അതുപോലെ ചെയ്ത് കൊടുത്ത് വീണ്ടും നൂറയ്ക്കൊരു കിരീടം കൊടുക്കാനല്ലല്ലോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ചെന്നിട്ടുള്ളത്. സോ അക്ബറിൻ്റെ ഗെയിം, അല്ലെങ്കിൽ അക്ബർ, അബി, ഒനിയൽ, അതുപോലെ തന്നെ ഇന്ന് ലക്ഷ്മി, മസ്താനിയൊക്കെ ഒരു ടീമായിട്ടാണ് കളിച്ചത്. അവർ മനഃപൂർവ്വം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ചു എങ്കിലും അവരെടുത്തത് അവരുടെ ഗെയിമാണ്. സോ നമുക്കതിൽ കുറ്റം പറയാൻ പറ്റില്ല. നൂറ കളിച്ചത് നൂറയുടെ ഗെയിമാണ്, അപ്പോൾ പുള്ളിക്കാരിയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഒരു ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. സോ 2 പേരുടെ ഭാഗത്തും അവരുടേതായ ശരിയും തെറ്റുകളും ഉണ്ട്. അപ്പോൾ ഒരു ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇങ്ങനെയുള്ള ചില ട്വിസ്റ്റുകൾ വരുമ്പോഴാണ്. അപ്പോൾ നൂറയ്ക്കുള്ള അതേ അവകാശം തന്നെ ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവിടെ ചീറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ളവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നൂറ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിക്ക് മറ്റേ ക്യാപ്പിൻ്റെ ഗെയിമിൽ അബിക്ക് കൊടുക്കാമായിരുന്നിട്ട് പുള്ളിക്കാരി ആ 2 കാര്യങ്ങളും ഫാമിലി റൗണ്ട് ഓൾസോ ബിന്നിക്കാണ് കൊടുത്തത്. അപ്പോൾ അത് നൂറയുടെ ഗെയിമായിരുന്നു. സോ ഇത് അക്ബർ ആൻഡ് ടീമിൻ്റെ ഗെയിമാണ്. അതിലെനിക്ക് ഒരു കുറ്റവും പറയാനില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി ടാസ്ക്. ഇപ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ്. അബിക്ക് കിട്ടിയ ടൈമിലൊക്കെ അബി സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഷാനവാസ് നൂറയ്ക്കൊപ്പമാണ് നിൽക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അവർ തമ്മിലുള്ളൊരു ടോക്കിൽ അബി പറയുന്നുണ്ട്, ഇതിലും മുന്നേ ഒരുപാട് ഗെയിമുകൾ ബാക്കിയുള്ളവർ കളിച്ചപ്പോൾ ഷാനവാസിക്കാർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് മേ ബി നൂറ് മറ്റേ ക്യാപ്പിൻ്റെ ഇതിൽ പവർ കൊടുത്തപ്പോൾ അബിക്കൊന്നും കൊടുക്കാതിരുന്നത് നൂറയുടെ ഒരു ഗെയിമാണ്. ആ ടൈമിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നൂറയ്ക്ക് ഏകദേശം ഇവർ കളിച്ചതാണെന്നുള്ള രീതിയിൽ നൂറയും ടീമും അതുപോലെ തന്നെ ആദിലൊക്കെ നൂറയ്ക്കല്ലേ ഒപ്പം നിൽക്കുള്ളൂ. അപ്പോൾ അവരങ്ങനെ സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ലിവിങ് റൂമിൽ, ഐ മീൻ അവരുടെ ഹൗസിലേക്ക് വന്നു. അവിടെ ചെറിയൊരു ക്ലാഷ് അല്ലെങ്കിൽ ചെറിയൊരു സംസാരമൊക്കെ അബിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.